ഗൈസ്, വെൽക്കം ടു ടോസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ എന്നും നിങ്ങൾ കാണേണ്ടത് ഒന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ, അങ്ങനെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നിടയിലായിരിക്കണം. കാരണം ഇതിനായിട്ട് നിങ്ങൾ വേറൊരു എക്സ്ട്രാ സമയം കണ്ടെത്തരുത് എന്ന് ഞാൻ ഇമ്പോർട്ടൻ്റായി പറയുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെഡിങ് നിങ്ങൾക്ക് തമ്മിലേയും കണ്ട പോലെ തന്നെ സാറ്റർഡേ മോട്ടിവേഷൻ എന്ന രീതിയിൽ നമ്മൾ ഇനി എല്ലാ സാറ്റർഡേയും നമ്മളിങ്ങനെ ഒന്ന് സംസാരിക്കും. അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഈ ക്രിപ്റ്റോയിലേക്ക് അല്ലെങ്കിൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് വരുമ്പോഴും, ഏത് ബിസിനസ് പ്ലാൻ ആയാൽ പോലും നമുക്ക് വ്യക്തമായ ഒരു മോട്ടിവേഷൻ വേണം, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണം, ബിലീവ് വേണം, നമ്മുടെ സ്വന്തമായിട്ടൊരു ബിലീവ് വേണം. അതുപോലെ തന്നെ ഓവർ കോൺഫിഡൻസും പാടില്ല, അണ്ടർ കോൺഫിഡൻസും പാടില്ല. ഇത് കുറേ ഒരു ഗണത്തിൽപ്പെടുന്നു. ചില ആൾക്കാർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, എല്ലാ വിഷയത്തിലും കോൺഫിഡൻ്റ് ആയിരിക്കും, അവരോട് ഭയങ്കര റിസ്ക് ടേക്കർ ആയിരിക്കും. അതും ഒരു അപകടമാണ്. അത് ചില ആൾക്കാർ പറയും അതൊരു പോസിറ്റീവ് അല്ലോ, നല്ലൊരു കോൺഫിഡൻറ്റ് മനുഷ്യനല്ലേ എന്ന് പറയും. പക്ഷെ നമുക്ക് എല്ലാത്തിനെയും ഒരു പരിധിയുണ്ട്. നമുക്ക് ഓവർ കോൺഫിഡൻസ് ആവുന്നതിൻ്റെ പ്രശ്നങ്ങളും അതുമൂലം ഉണ്ടാവുന്ന, ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ ഞാൻ പറഞ്ഞ പോലെ സൈക്കാട്രിയിൽ ഒരു വേർഡ് ഉണ്ട്, മാനിയ എന്ന് പറയും. അത് രണ്ട് തരമുണ്ട്, ഹൈപ്പോമാനിയ, മാനിയ. ബൈപ്പോളർ ഡിസോർഡർ വരുന്നതാണ്. ഈ മാനിയാക് പേഴ്സണിൻ്റെ ഈ ഡിസോർഡർ എന്താണെന്ന് വെച്ചാൽ, അവർക്ക് സഡനായിട്ട് ഒരു സമയത്ത്, ഒരു മാനിയ വരുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുന്നു, ഉറങ്ങാതിരിക്കുക. അവരിങ്ങനെ പറയും, ഞാൻ ഈ വേൾഡിൽ ഏറ്റവും വലിയ പൈസക്കാരനാവും, അല്ലെങ്കിൽ ഞാനിനി ഉറങ്ങാണ്ട് പണിയെടുക്കും, ഇനി എൻ്റെ പ്രവർത്തനം വേറെ സെറ്റപ്പായിരിക്കും, ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ എൻ്റെ ഐഡിയ ഇങ്ങനെയാണ്. അവർ കുറേ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് പറയും. ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇതിങ്ങനെ ചെയ്യും, എന്ന് നിർത്തും, ഞാനിത് ഈ ലോകം കീഴടക്കും എന്നൊക്കെ പറയും. ഇതൊരു മാനിയാക് ഡിസോർഡറാണ്. അതുപോലെ ആവരുത് നമ്മുടെ കോൺഫിഡൻസ്. നമ്മൾ ഹൈപ്പർ കോൺഫിഡൻസും ആവരുത്, അണ്ടർ കോൺഫിഡൻസും ആവരുത്. ഇപ്പോൾ അണ്ടർ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഡിപ്രഷനായിട്ട് കൂട്ടാം നമുക്ക്. ഇപ്പോൾ നമ്മൾ എല്ലാം നമ്മൾക്ക് സെൽഫായിട്ട് ലോ ഉണ്ടാവുക, നമ്മൾ പേഴ്സണലായിട്ട് എനിക്കൊന്നും പറ്റൂല, ഒരു ട്രേഡിങ്ങിന് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ തൊട്ടാൽ അതെല്ലാം പോക്കാണ്, അല്ലെങ്കിൽ ഞാനത് ട്രേഡ് ചെയ്ത സ്റ്റോപ്പ് ലോസ് ആണ്, ഞാൻ വിറ്റ് കഴിഞ്ഞാൽ ഇത് കയറും, ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് കുറയും എന്നുള്ള സെൽഫായിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ചെയ്തതെല്ലാം ബോറാണ് എന്നുള്ളൊരു തോട്ടും ഡിപ്രഷനിലായിട്ട് കൂട്ടാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടിൻ്റെ ഇടയിലായിരിക്കണം നമ്മളെപ്പോഴും ഉണ്ടാകേണ്ടത്. അതായത് കോൺഫിഡൻ്റ് ആയിരിക്കണം നമ്മളെപ്പോഴും. നമ്മുടെ പേഴ്സണലായിട്ട് നമ്മളെപ്പോഴും കോൺഫിഡൻറ്റിലോട് ഡീൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ട്രേഡിംഗ് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ കോൺഫിഡൻറ്റ് ഉണ്ടാവുക? ചില ആൾക്കാർ പറയും നമ്മൾ എത്രയോ ശ്രമിക്കുന്നുണ്ട്, കോൺഫിഡൻ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പേഴ്സണലി അത് സംഭവിക്കുന്നില്ല, എന്തൊക്കെയോ ടെൻഷൻ വരുന്നുണ്ട്. അതിന് ഒറ്റയടിക്ക് നമുക്ക് നേരിടാൻ പറ്റുകയും ചെയ്യില്ല. സഡനായിട്ട് ഞാൻ ഇന്ന് കോൺഫിഡൻറ്റ് പേഴ്സൺ ആവും എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യില്ല, ആർക്കും പറ്റില്ല. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കണം. അതായത് നമുക്ക് എന്താണ് ബേജാറുണ്ടാക്കും, നമുക്ക് എന്താണ് നമ്മുടെ കോൺഫിഡൻറ്റ് കളയുന്ന വിഷയം, അതിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിപ്റ്റോയിൽ ലോസുകൾ കാണുന്ന സമയത്ത് ആ ലോസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ലോസുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് മനസ്സിലാക്കുക അതിൻ്റെ റീസൺ ഇങ്ങനെയാണ്. പക്ഷെ അതിനെന്ത് ചെയ്യണം? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഒരു കച്ചവടം ചെയ്യാമെന്ന് വിചാരിക്കും, അയാൾക്ക് താങ്ങാവുന്ന ഒരു ക്യാപിറ്റൽ ലോസ് ആദ്യമേ മനസ്സിൽ വെക്കുക, അല്ലാണ്ട് ഒരു വലിയ റിസ്ക് എടുക്കാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ പിന്നെ അയാൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. അതേ സമയത്ത് ആദ്യം എന്ത് ചെയ്യുക, പതിയെ താങ്ങാവുന്ന രീതിയിലുള്ള റിസ്ക്കുകൾ മാത്രം എടുത്ത് ഒരു സേഫ് സോണിൽ എത്താൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് കോൺഫിഡൻറ്റ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ ഒരു ഇറക്കത്തിൻ്റെ ഇടയിൽ ഒരു കയറ്റുണ്ടാവും. നമുക്ക് ഇന്നൊരു ബാഡ് ഡേ വന്നു, ഇന്ന് നമുക്കൊരു ബാഡ് ട്രേഡ് വന്നു, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്ത ബിസിനസ് ഒരു ബാഡ് ബിസിനസ് ആണെങ്കിൽ ഈ ഒരു വക നമുക്ക് എന്ത് ചെയ്യപ്പെടാം, നമുക്കൊരു ഗുഡ് ഡേ ഉണ്ടാവും. ഒരു ഇറക്കുണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കുണ്ടാവുന്നില്ല തോട്ടുകൾ നമ്മുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുക. രണ്ടാമത് നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് നമ്മളെപ്പോഴും നോട്ട് ചെയ്തിരിക്കുക. നമ്മൾ മിസ്റ്റേക്കുകൾ നമ്മൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എപ്പോഴും ഒരു പേഴ്സണൽ ഡയറി, ഇന്ന് പഴയ പറയുന്ന പോലെ ഒരു ഡയറി വേണമെന്നില്ല, നമ്മുടെ എല്ലാ ഫോണിലും ഒരു നോട്ട്സ് ഉണ്ട്. അതിലെന്ത് ചെയ്യുക, ഡേറ്റ് കണക്ക് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്താണ്, ഞാൻ ഇന്ന് ചെയ്ത മിസ്റ്റേക്ക് എന്നാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ട്രേഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ട്രേഡിങ് ചെയ്ത ബിസിനസ്സിനാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് നമ്മുടെ കച്ചവടത്തിലുണ്ടായ മിസ്റ്റേക്ക് എന്താണ്, ഈ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് എടുക്കലിന് ഞാൻ ഉണ്ടാക്കിയ മിസ്റ്റേക്ക് എന്താണ്, എവിടെയാണ് ഞാൻ കസ്റ്റമറിനോട് സംസാരിക്കുന്നിടയിൽ കാണിച്ച മിസ്റ്റേക്കുകൾ, കസ്റ്റമർക്ക് എവിടെയാണ് ഒരു തൃപ്തികേട് ഉണ്ടായത്, എന്തുകൊണ്ടാണ് കസ്റ്റമർ പണ്ട് വരുന്ന രീതിയിൽ വരാത്തത്, ഇതൊക്കെ നിങ്ങളുടേതായ അനാലിസിൽ ഒരു നോട്ട് ചെയ്ത ശേഷം ഈ സാറ്റർഡേയോ സൺഡേയോ എന്ത് ചെയ്യുക, പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ്. ഇപ്പം ഞാൻ പറയുന്നത്, ഈ നോട്ട് എഴുതേണ്ടത് എപ്പോഴാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ചില ആൾ പറയലുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണോ നോട്ട് എഴുതേണ്ടത്. നമ്മൾ പലപ്പോഴും ഉറങ്ങാൻ കിടക്കുന്ന സമയം പലപ്പോഴും ബിസി ആയിരിക്കും. ചിലപ്പോൾ നമ്മൾക്ക് ഒരു കല്യാണത്തിന് പോയ സമയമായിരിക്കും. ശരിയാണ്, നമ്മൾ ഒരു പൊതുധാരണയുണ്ടത് എല്ലാ വിഷയങ്ങളും ഉറങ്ങാൻ കിടക്കുന്ന സമയത്തേക്കാണ് നോട്ട് ചെയ്ത് വെക്കുന്നത്. അത് വളരെ തെറ്റായ ധാരണ. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 1-2 ദിവസം ആവേശമായിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ഒന്ന് നോട്ട് ചെയ്താൽ നിൽക്കും. പിന്നെ ചിലപ്പോൾ നമുക്ക് ക്ഷീണിതനായിരിക്കും, ചിലപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി വരില്ല, എന്നിട്ട് നമ്മൾ വിചാരിക്കും നാളെ ചെയ്യാം.
അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇന്നൊരു ട്രാവൽ ചെയ്ത് പ്രത്യേകിച്ച് ചങ്ങായിമാരൊക്കെ നൈറ്റ് നമ്മൾ പുറത്തു പോയതായിരിക്കും. പുറത്തു പോയി വരുന്ന സമയത്ത് അന്ന് ഫുൾ കണക്ക് നോക്കുക എന്നൊരു ടാസ്ക്കാണ്. ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ പാട് പല്ലൊക്കെ തേച്ച് ഫസ്റ്റ് ചായ കുടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുന്ന പോലെ തന്നെ ആ സമയത്തായിരിക്കണം നിങ്ങൾ പൊതുവേ ഇന്നലെ ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ നോട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു റീകോളും കൂടി വരും. ഈ റീകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് കുറച്ചും കൂടിയും ഈ ചിന്തകൾ കൂട്ടാനും ഇന്നലെ നടന്ന സംഭവങ്ങൾ വിശകലനം ചെയ്യാനും സഹായിക്കും. അതും വളരെയധികം ഗുണമുള്ളതാണ്. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ഒറ്റയടിക്ക് മാറുന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒറ്റയടിക്ക് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ബൂസ്റ്റ് ആവുന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കും. അതായത് നമുക്കൊരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച പിറകോട്ട് നോക്കുമ്പോൾ നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകൾ ഒരു മാസം കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റം അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കും. അത് ഉറപ്പാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ശ്രമിക്കുക. നമുക്ക് എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്കുകൾ പറ്റും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കോൺഫിഡൻറ്റ് കുറവ്, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളെ പ്രശ്നങ്ങൾ മാനസികമായാലും എന്ത് രീതിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ടെലഗ്രാമിലൂടെ. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഓരോ പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് കാണാൻ പറ്റും, ഓരോ ട്രേഡർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് അപ്പുറം ഇപ്പുറം സംസാരിച്ച് ചിലപ്പോൾ അവൻ ചെയ്ത പ്രോബ്ലം ഞാൻ ചെയ്യാതിരുന്ന ഞാൻ രക്ഷപ്പെടുന്നതായിരിക്കും. ചിലപ്പോൾ ചില ആൾ ചെയ്ത മിസ്റ്റേക്കുകൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഗുണം ചെയ്യും. നമുക്ക് ഇനി മുതൽ അങ്ങനെ സംസാരിക്കാം. ഓക്കെ.